എന്താ എന്താ എന്തിനാ പറഞ്ഞു ഇവിടെ? ഞാൻ ഒച്ചയും കെട്ടിപ്പിടിക്കുന്ന കണ്ടില്ലേ? ഉണ്ട്, ജഗത്തിലുണ്ട്. നമ്മൾ ഈ 3 അല്ലേ അല്ലേ? അപ്പൊ ഗൈസ്, ഇന്ന് എത്രാമത്തെയാ? 1 പെണ്ണ കൗണ്ട് 1 2 3 3 1 2 3 4 5 6 7 8 9 അങ്ങോട്ട് കേറി പോവല്ലേ, അതിനൊക്കെ നമുക്ക് സമയമുണ്ട് ഇനി. അപ്പൊ ഇന്ന് നമ്മുടെ എൻഗേജ്മെന്റ് എട്ടാമത്തെ. അപ്പൊ ഇന്ന് പിന്നെ നമ്മള് വടക്കന്ത്രയിൽ വെച്ചിട്ടായിരുന്നു ഞങ്ങളുടെ എൻഗേജ്മെന്റ്. പറയണോ എനിക്ക്? എമ്പാടും അടിപൊളിയായിരുന്നു. അപ്പൊ ഇന്ന് ഞങ്ങള് ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചല്ലേ. ഇന്നലെ തങ്കു ഓൾറെഡി എനിക്ക് സർപ്രൈസ് ആയിട്ട് കേക്കും ഇതൊക്കെ തന്നു. ഞാൻ വിചാരിച്ചില്ല നമ്മളങ്ങനെ കേക്കൊന്നും നമ്മൾ വിചാരിക്കുന്നില്ല. കേക്കിനോടൊന്നും വലിയ ഇതൊന്നും ഇല്ല. പിന്നെ എനിക്കൊരു ഹാരി പോട്ടറിന്റെ ഒരു ഗിഫ്റ്റ് ഡയറി. അത് കുഞ്ഞൂസിന്റെ ഫേവറേറ്റ് സാധനല്ലേ. രാവിലെ അവന്റെ കിച്ചപ്പ് എനിക്ക് ഒരു ഗിഫ്റ്റ് ഒക്കെ തന്നിട്ട് ബോക്സ് ഒക്കെ വെച്ചിട്ട് അവന്റെ സ്ഥിരം പരിപാടിയാണ്. അതിലുള്ളൊന്നും ഇല്ല വെറുതെ ഇതൊക്കെ തന്നിട്ട്. പിന്നെ ഇവിടെ മറ്റേത് അച്ഛൻ എനിക്ക് തന്നിട്ട് അത് എനിക്ക് തന്നു. ലീസ്നു തങ്കു എന്തുവാ തങ്കു ഇപ്പൊ ആണെങ്കിൽ തങ്കു നമ്മൾ തിരിച്ചു കൊടുക്കുക. എത്രേ ഉള്ളൂ. ആണെങ്കിൽ നമ്മൾ തിരിച്ചു കൊടുക്കും. എനിക്ക് അറ്റാക്ക് ഒരുപാട്. ഐഫോണാണ് വിചാരിച്ചത്. കിച്ചപ്പൂനെ സ്കൂളിലാക്കിയിട്ട് ഞങ്ങൾ കേംബ്രിഡ്ജ് പോവാണ്. കിച്ചപ്പൂനെ ഞങ്ങള് കൊണ്ടുപോണില്ല. കിച്ചപ്പൂനെ സ്കൂളിലാക്കിയിട്ട് ഞങ്ങള് കേംബ്രിഡ്ജ് പോവാണ്, ഞാനും അച്ഛയും. അല്ല, കിച്ചപ്പൂ ഇല്ലാതെ എവിടെ നമ്മള് പോവാ? കിച്ചപ്പൂ അല്ല നമ്മളെ സ്വത്ത്, നമ്മളെ മുത്ത്. ബോട്ട് റൈഡ് ആണ്. ഞങ്ങൾ കഴിഞ്ഞ ആളെ ഫ്രണ്ട്സ് കൂടി പോയിട്ടുണ്ട്. തങ്കു പോയിട്ടില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇപ്രാവശ്യം ഞാൻ അപ്പൊ ഞാൻ വിചാരിച്ചു ശരി ഒരു ബ്ലോഗ് പോലെ എടുക്കാം. അപ്പൊ എങ്ങനെയുണ്ട് എന്റെ പരിപാടി നമുക്ക് അപ്പൊ നോക്കാം. നമ്മൾ റെഡി ആയിട്ട് ഇനി ഇറങ്ങുമ്പോ കാണാം. തങ്കു ഹാപ്പി എൻഗേജ്മെന്റ്. ഹാപ്പി എൻഗേജ്മെന്റ് ആണ് ശ്രീകൃഷ്ണു. എനിക്ക് തങ്കു നോട്ടെ ഔട്ട്ഫിറ്റ് കിടോ നല്ല രസമുണ്ട്. ഞാൻ റെഡി ആയിട്ടുണ്ട്. ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായി. ഞാൻ റെഡി ആയിട്ടുണ്ട്. കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. എനിക്ക് വേണ്ടോ ഭയങ്കര ഓവറായി. ഐ ജസ്റ്റ് ലവ് മൈ ഡ്രസ്. ഇതാ വന്നത്. തങ്കു തിരിച്ചെത്തിയിട്ട് എത്താറായിട്ടുണ്ട്. ഞാൻ ഒരുവിധം സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. കുറച്ച് ഞങ്ങൾ ബസ്സിൽ പോകുന്നതുകൊണ്ട് സ്നാക്സ് കാര്യങ്ങൾ അങ്ങനെ കുറച്ച് എടുത്തിട്ടുണ്ട്. ബാക്കി പിന്നെ അവിടെ എത്തിയിട്ട് കഴിക്കാം. ഇത് ഈ കോട്ടൊക്കെ ഇട്ടിട്ട് അവിടെ എത്തുമ്പോഴേക്കും മുടിയൊക്കെ പോകണം. അതാണ് പിന്നെ ഐ ജസ്റ്റ് വിഷ് മുടി കൊള്ളാമെന്ന് ആഗ്രഹിക്കാനല്ലേ പറ്റുള്ളൂ. ബാഗൊക്കെ എടുത്ത് സെറ്റായിരുന്നു കേസ്. അപ്പം
എത്തിച്ചിക്കണം. അണിഞ്ഞൊരുങ്ങി വരുമ്പോൾ കാറ്റുണ്ടാവുന്നത് എന്ത് കഷ്ടമാണ്. നല്ല കാറ്റുണ്ട്. ഞാനിത് അങ്ങും കണ്ടുമുട്ടി. നമ്മളിനി നേരെ ബസ് സ്റ്റേഷനിലേക്ക് പോവാണ്. 9:35 ബസ്. കിട്ടും, കുഴപ്പമൊന്നുമില്ല അല്ലേ? ഇഷ്ടംപോലെ സമയമുണ്ട്. നമ്മുടെ ബോട്ടിങ് ആക്ച്വലി 11 മണിക്കാണ്. അത് നമ്മൾ എത്തുമെന്നുള്ളത് ഡൗട്ടാണ്. അപ്പോൾ ലെറ്റ്സ് സീ. നമ്മൾ അവരെ ട്രൈ ചെയ്തു വിളിക്കാനും മെയിൽ ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ കയറാൻ, ഇല്ലെങ്കിൽ നമ്മൾ കേംബ്രിഡ്ജ് കണ്ടുവരും അല്ലേ? നമ്മൾ ബസ് സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട്. ഇതാണ് മിക്കവാറും നമ്മൾ പോകേണ്ട ബസ്. നമുക്ക് മെസ്സേജ് വന്നിട്ടോ, അവർ നമ്മൾ ടൈമിംഗ് മാറ്റി തന്നു. നമുക്ക് 11 മണിക്കായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ 11 മണിക്ക് എത്തില്ല. കാരണം ഇവിടുന്ന് 1-1.5 മണിക്കൂറുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ അവർക്ക് മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അവരത് 12 മണിക്കാക്കി തന്നിട്ടുണ്ടായിരുന്നു. സോ എക്സൈറ്റഡ്. ലൈക്ക് ഫൈനലി തങ്കുവിൻ്റെ കൂടെ പോകാൻ പോവാണ്. സോ Marga look up. ഇതാരാണിത്? സർ സിനിമ നടനാണോ? ഫോട്ടോ അല്ലേ? സർ സിനിമ നടനാണോ? സർ സെലിബ്രിറ്റി ആണോ? ഗസ്റ്റ് അങ്ങ് ചുള്ളനായിട്ടുണ്ട്. ചുള്ളൻ. ഒത്തിരി ഉമ്മർത്തിരിക്കണോ? നമ്മൾ ബസ്സിന്റെ ഏറ്റവും ഫ്രണ്ടിലിരിക്കാൻ പറ്റും. വ്യൂ അടിപൊളിയായിരിക്കും. പോകുന്ന വഴിയൊക്കെ ഭയങ്കര രസമായിരിക്കും അല്ലേ? ഇത് കഴിഞ്ഞ് അവിടെ എത്തുമ്പോഴേക്കും എൻ്റെ കാലത്തിലൊത്തിരി ഫസ്റ്റ് ഇരുന്നുകൊണ്ട് ലൈക്ക് നമ്മളിപ്പോ അല്ല, പണ്ട് ഇതേപോലെ കേംബ്രിഡ്ജ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഇരുന്നിട്ട് എനിക്ക് പേടിയായിട്ട് ഞാൻ ഇവിടെ ടെൻഷനായിട്ട് ഞാൻ ബാക്കിൽ കൊണ്ട് ഇരുത്തി. ഇവർ പോയിട്ട് ഇവരെല്ലാവരും പോയിട്ട് മീൻസ് തൊട്ട് ബാക്കിൽ തന്നെ ഞാൻ ഇരുത്തും. എനിക്ക് അത്ര ടെൻഷൻ. നമ്മൾ ഇവിടെ നിന്നുള്ള വ്യൂ അല്ലേ, അപ്പം നമുക്കിത് ഉണ്ടാവും. ഇത് അറ്റത്ത് കൂടെ ഉറക്കാൻ പോകണ പോലെ ഇത് അതാണ് ആ സ്കീമിലാണ് നമ്മൾ പോണത്. പക്ഷെ നല്ല വ്യൂ കേട്ടോ, ഭയങ്കര ഭംഗിയുള്ള വ്യൂ ആണ്. ആ വീട്ടിന് മണ്ടേ കൂടെയൊക്കെ തലയെ തൊട്ട് നമ്മൾ നല്ലൊരു ഫ്രീക്കി ഒരു പെണ്ണ്. ആ പെണ്ണെ ഈ വണ്ടി ഓടിച്ചോണ്ട് അത്യാവശ്യം പ്രായമുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ബസ് ഓടിക്കുന്നത് ഒരു ലേഡി ഡ്രൈവറാണ്. ഒരു വണ്ടിനെ ഓടിച്ചോണ്ട് പോകുന്ന പോലെ കൊണ്ടുപോകുക, സിമ്പിളായിട്ട് കൊണ്ടുപോകും. നല്ല പേടിയാവുണ്ട് കേട്ടോ, എനിക്ക് നല്ല പേടിയാവുണ്ട്. ഞാൻ ഇവിടെ പോകുമ്പോഴേക്ക് എല്ലാവരും അവർ തട്ടിയിട്ട് പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യണം. കാരണം അത്രയും മേളിലായിരിക്കണം അതുകൊണ്ട്. പക്ഷെ നന്നായി അമ്മ ബസ്സിൽ കയറാനായിട്ട് എന്ത് ഭംഗിയാലേ. എനിക്കിപ്പോൾ തോന്നിയൊരു തോട്ടാണ്, നമ്മളിങ്ങനെ ഫ്രണ്ടിൽ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ബാക്കിലുള്ളവരെ പറ്റിയിട്ട് യാതൊരു ധാരണയില്ല. നമ്മൾ അവരെ പറ്റി കോൺഷ്യസ് അല്ല, നമുക്ക് ഒരു ഐഡിയ ഇല്ല എന്താണ് നടക്കണമെന്ന് നമുക്കറിയാം. അതുപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. നമ്മളെപ്പോഴും ആദ്യമാണെങ്കിൽ നമുക്ക് ബാക്കിലുള്ളവരെ പറ്റി നമുക്ക് ചിന്തിക്കേണ്ട, മനസ്സിലായി? നമ്മുടെ മുന്നിലാണ് ലോകം, ബാക്കിൽ നമുക്കൊന്നും അറിയില്ല. ആൾക്കാരെ പറ്റി ചിന്തിക്കേണ്ട ഒന്നും വേണ്ട. നേരെ മറിച്ച് നമ്മുടെ ലൈഫിൽ ബാക്കിലാണെങ്കിലോ മുന്നിലുള്ളവരെ നമ്മൾ കാണും. അവർ കാണിക്കുന്നത് കണ്ട് നമ്മൾ കോൺഷ്യസ് ആവും. അവരുടെ കാര്യങ്ങൾ അവർ ചെയ്യുന്നത് കണ്ട് നമ്മളെ ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യും. മനസ്സിലാണോ? നമുക്ക് ലോകത്തിനെ കാണാൻ ഇതാവും. എങ്ങനെയുണ്ട് നമ്മളെപ്പോഴും ലൈഫിൽ മുന്നിലിരിക്കണം. മറ്റേ സാധനം നമ്മളിപ്പോൾ ബസ്സിൻ്റെ ബാക്കിലേക്ക് ഇരിക്കുമ്പോൾ നമ്മളെപ്പോഴും എല്ലാവരും നോക്കും വരണവരെ. ഇപ്പം നമുക്ക് ആരും അറിയില്ല, നമ്മുടെ ബസ് ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിയില്ല. നമുക്ക് ആളെ കാണുന്നത് ഈ ലോകമാണ് അല്ലേ? കഴിവെന്നെ. അയ്യോ, റെക്കോർഡ് ചെയ്യാൻ ഞങ്ങൾ നമ്മളുടെ ചേർച്ച എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാൽ ഇത്രത്തോളം. ഒരാൾക്ക് കുർക്കുറിയാണ് ഇഷ്ടമെങ്കിൽ ഒരാൾക്ക് ഒരാൾക്ക് ഞങ്ങളല്ലേ എല്ലാം അങ്ങനെയാണ്. ഞങ്ങൾക്ക് ഒരു പോയിന്റിൽ പോലും ഞങ്ങൾ ഒരു കാര്യം ഇഷ്ടമുള്ളതില്ല, ഒന്നുമില്ല. എല്ലാത്തിനും ഞങ്ങൾ ഡിഫറെൻ്റ് ആണ്.
നമ്മൾ മൂഞ്ചിരിക്കുകയാണ് ഗൈസ്. നല്ല മഴ. തങ്കു തിരിച്ചു പോയാലോ ഗൈസ്? നമ്മള് ഇതേ ബസ്സിൽ തിരിച്ചു പോകാൻ വിചാരിച്ചു. നല്ല മഴ. സൂപ്പറായി. സന്തോഷമായില്ലേ? നമ്മള് അവിടെ നിന്നെങ്കിലും 3-4 ഫോട്ടോ എടുത്തുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ല, വെതർ ഇന്ന് മഴ തന്നെയായിരുന്നു. പക്ഷെ നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ലായിരുന്നു. നമുക്ക് ഇന്ന് പോകാനേ പറ്റുള്ളൂ. അപ്പം നമ്മൾ എന്തായാലും ഇന്നത്തേക്ക് ഇറങ്ങി. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിലേ വണ്ടിയിൽ പേടിച്ചിട്ടായിരിക്കണം. ഈ മഴയത്ത് ഒരു വണ്ടി വരാൻ കൂടി കാണുന്ന പോലും ഇല്ല. ബേസിക്കലി നമ്മളിവിടെ ഉണ്ടാവും എല്ലാവരുടെ ബാക്കിലും ഒരു ബട്ടൺ ഉണ്ടാവും. നമ്മൾ സ്റ്റോപ്പ് എത്തുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് എത്താറാകുമ്പോൾ നമ്മൾ ആ ബസ് ബട്ടൺ നിൽക്കുമ്പോഴാണ് സ്റ്റോപ്പ് നിൽക്കുള്ളൂ. അല്ലാണ്ട് നാട്ടിലെ പോലെ അവിടെ ഒലക്കോട് കാവിൽപ്പാടെന്നൊന്നും വിളിച്ച് പറയില്ല. അപ്പം നമുക്ക് സ്റ്റോപ്പ് ഏതാണെന്ന് അറിയില്ല. നമുക്ക് അറിഞ്ഞാലല്ലേ നമുക്ക് അടിക്കാൻ പറ്റുള്ളൂ. എന്നാലല്ലേ ബസ് നിർത്തുള്ളൂ. ഈ ബസ് പോവല്ലോ. നമ്മൾ എന്ത് ചെയ്യണം? മാപ്പ് നമുക്ക് ഇങ്ങനെ കുറച്ച് കഷ്ടപ്പെടണം. ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഗൈസ് ഞങ്ങളിവിടെ ജീവിക്കുന്നത്. അതിൻ്റെ ഇടയിൽ മഴ. തിരിച്ചപ്പോലെ പിക്ക് ചെയ്യാൻ നമ്മൾ ലേറ്റ് ആവും. നമ്മൾ സ്കൂളിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ നമ്മൾ ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അവനവിടെ വെയിറ്റ് ചെയ്യാൻ വെക്കാൻ പറഞ്ഞിട്ടുണ്ടോ 4 മണി വരെ. ഇതാണ് നമ്മുടെ ബസ് സ്റ്റേഷൻ. അവനത് കുറെ നേരം കാണിക്കുന്നുണ്ട്. സാധനത്തിനാണ് റൗണ്ട് പറയുന്നത്. അതിന്റെ ബോട്ട് എന്താന്ന് ചോദിക്കല് എനിക്കറിയില്ല. അത് നേരെ പോവാ റൗണ്ട് എബൌട്ട് ബോട്ടല്ല. നിനക്ക് അറിയുക നോക്കിയതാണ്. അതല്ല. നോക്ക് ഇതാണ് റൗണ്ട്. നമ്മൾക്ക് ഞാൻ പറഞ്ഞ റൗണ്ട് കൊണ്ടാ പോകും. നമ്മളങ്ങനെ പോകും. പോകണോ? എനിക്കറിയാം. ഡ്രൈവർ ഞാൻ തമ്മിൽ ഭയങ്കര കമ്മ്യൂണിക്കേഷനാണ്. ബാക്കി ടോക്കിയൊക്കെ ഉണ്ട്. ഹലോ. ഇപ്പൊ സമയം 10:50. 8 വർഷം മുൻപ് ഏകദേശം ഇതേ സമയത്താണ് പോലീസുകാർ പോകുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ പോകുന്നത്. അറിഞ്ഞു പറയും. 8 വർഷം മുൻപ് ഇതേ സമയത്താണ് നമ്മളെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞത്. ബോട്ടിങ് കഴിഞ്ഞിട്ട് ഇവനെ പിന്നെയുള്ള വീഡിയോയിൽ നിങ്ങൾ ഇവനെ കാണില്ല. ചിലപ്പോൾ റിവറിൽ തള്ളിയിട്ടായിരിക്കും വരുന്നത്. നമ്മൾ ബസ് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ബസ് ടിക്കറ്റ് എത്രയാണ് കണ്ടു? 3 പൗണ്ട് കേട്ടോ. 3 പൗണ്ട് പറഞ്ഞാൽ നാട്ടിൽ പക്ഷേ 300 രൂപയാണ്. പക്ഷേ ഇവിടെ 3 പൗണ്ട് ഉള്ളൂ അല്ലേ? 1.25 മണിക്കൂർ. നൈസ്. നല്ല സേഫായിട്ട് അതൊക്കെ ഇങ്ങനെ വരാം. നമ്മളിവിടെ ഒരു പാർക്ക് കണ്ടു. നമ്മൾ അവിടെ കുറച്ച് ഫോട്ടോസ് ആദ്യം എടുക്കാം. നല്ല മൂഞ്ചിയ ക്ലൈമറ്റ് ആണ്. നല്ല മഴയുണ്ട്. മഴ ഇപ്പൊ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നല്ല രസമുണ്ട്. നമ്മൾ ഇറങ്ങിയതല്ലേ. ഓരോ ചെയ്യുമെന്തോ ബോട്ടിങ്. അവിടെ എത്തിയിട്ട് അവര് മഴയാന്നൊക്കെ പറഞ്ഞു. തണുപ്പുണ്ട് കേസ്. നല്ല തണുപ്പുണ്ട്. 2 മിനിറ്റ് മുമ്പ് മഴയായിരുന്നു. ഇപ്പൊ സൂര്യൻ ഇങ്ങനെ ഇങ്ങനെ വരണോ വേണ്ടേ? ഇവരുടെ ഞാൻ പറഞ്ഞത് കേട്ടില്ല. പോയി. ദൈവം നമ്മുടെ കൂടെ എന്നുള്ള രീതിയില് നല്ല വെതറ്. എത്തിയപ്പോഴത്തേക്കും തണുപ്പുണ്ട് പക്ഷെ സണ്ണുണ്ട്. നല്ല വെതറാണ്. ബാക്കിൽ നമുക്ക് ഫിൽറ്റർ ഇട്ട പോലെ ഉണ്ട്. കളറൊക്കെ
എന്ത് രസാ. ഇവിടെ നിന്നാ നമ്മളന്ന് കയറിയേ. നല്ല രസമുള്ള വെതറാണ്. കറക്റ്റായിട്ട് സണ്ണി ആയിട്ടുണ്ട്. അവിടെയാണ് നമ്മളുടെ പോയിന്റ്. അപ്പം നമ്മൾ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു 35 മിനിറ്റ്സ് മോർ ഉണ്ട്. സോ നൈസ്, നല്ല രസമുണ്ട്. മാറടാ മണ്ട, ഫ്രെയിം ഒന്ന് മാറടാ. എടാ മണ്ട, ഓ ലുക്ക് മോനെ, ലുക്ക്. എടാ മാറി, നിന്നെ പിന്നെ എടുക്കാം കേട്ടോ. നീ നല്ല ഭംഗിയുണ്ട്, പക്ഷെ ഇപ്പൊ നിന്നെ എടുക്കാൻ വയ്യപ്പോ. മനസ്സിലായില്ലല്ലോ, ഇത് കാംബ്രിഡ്ജിലെ വോട്ടാണ്. എങ്ങനെ ഇറക്കും? എന്റെ കൈ വാങ്ങിക്കണം. ഇത് ആനയല്ല, ബോട്ടാണ്. ആനയോട് ഇറങ്ങാൻ പറഞ്ഞാൽ ആന ഇറങ്ങി. ഞാനാണെങ്കിൽ ഒറ്റ തള്ള ഒരു കൈ വെച്ച്. നീ തന്നെ റിവറിൽ ചാടി കിടക്കണോ? പോയിട്ട് അപ്പുറത്തെ പൊട്ടിച്ചാണ്ട് റിവറിൽ ചാടി കിടക്കണോ നീ? അപ്പുറത്തെ വൈറ്റ് ബോട്ടില്ലേ, എങ്ങനെ മുങ്ങിയാലോ അപ്പോ? അതെങ്ങനെ അതിനാലും ഇതിന് ബോട്ട് എന്ന് പറയുന്നത്. മുങ്ങനാണെങ്കിൽ മുങ്ങിക്കപ്പൽ പറഞ്ഞാൽ പോലെ. അത് ഫ്രണ്ട് ഇങ്ങനെ പോകണം എന്നുള്ളത്, അത് അവർ കറക്റ്റായിട്ട് അതുപോലെ ചെയ്യും. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, തള്ളി വിട്ടാൽ മതി. ഞാൻ മറ്റേ ഇംഗ്ലീഷിൽ ചെയ്തു. സമ്മറായിട്ട് ഫ്രിഡ്ജിയൊക്കെ കണ്ടുപോലെ കൊറേ ഇംഗ്ലീഷുകാര് ബോട്ട് ഇറക്കുന്നു, ബോട്ട് വയ്ക്കുന്നു, ബോട്ട് ഇറക്കുന്നു, ബോട്ട് വയ്ക്കുന്നു. അവർ ഇന്നത്തെ മെനു എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ബോട്ടും ഈ സമയം നമ്മൾ ബോട്ട് ജേണി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. യൂഷ്വലി ഇതൊരു ഷെയർഡ്. ഇവിടെ നിന്ന് എടുക്കാൻ പോകുന്നു, പോയി തിരിക്കും. ജസ്റ്റ് മെസ്സേജ് നമുക്ക് പ്രൈവറ്റ് ആയിട്ട് കെട്ടിയതാണ്. നമ്മൾ ആക്ച്വലി ഇത് ഒരു പ്രൈവറ്റ് കിട്ടിയതാണ്. പക്ഷേ അവിടെ ആൾക്കാർ വന്നു, കുഴപ്പമില്ല. ഫോട്ടോ ഇവരെടുത്തു. നമ്മൾ ഇറങ്ങിയതാ, പിന്നെ അവരെ വന്ന് ലേറ്റ് ആയി പോയി. ഇത് നോക്ക് എന്ത് രസാ. ഓ മൈ ഗോഡ്, എന്താണ് നമുക്ക് നമ്മളെ കയ്യിൽ ഗണ്ണുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യാൻ മതി. അങ്ങനെ ഓരോരുത്തർ ഷൂട്ട് ചെയ്തുണ്ടായത് തുടകളാണ് കാണുന്നത്. കണ്ടോ ഇതൊക്കെ ഉണ്ടോ, തുളച്ച് കയറിയിരിക്കുന്നുണ്ട്. ഇതൊക്കെ അതുകൊണ്ട് ആ പോയിന്റ് ഷൂട്ട് ചെയ്താണ് കാണുന്നത്. അവിടെ ഉണ്ട്. ഇനിയും ഇനിയും ഇന്ത്യ അവിടെ കളയോട്ടെ. ഞാൻ ഓർമ്മ Talk to you guys, get to know you guys, where you come from. And some of you guys here, have you been to Cambridge before? Yeah, I've been with my friends, so I thought of bringing him today. Oh, right, okay. Have you done the punting? Yeah, I've. And you were so fun when you went with your friends, you decided to bring him too? Pretty much, yeah? Next time we will bring our son. We got a son as well, so we sent him school today. So. Oh, very nice. Well, I'm sending you two here, and what were your two names? Oh, it will be difficult, but I will try. It's Chandni Chardini and Jinesh. Jinesh. Chardini and Jinesh is yeah? Jinesh is easy. Jinesh ain't that bad. What was it? Chandni means moonlight, yeah. Dinny or what? Dinny or Nidhi? Yeah, no, Dini. Dinny, okay. Chardini and Jinesh. Like I said, my name's Jack. Very, very easy to remember. Hi, Jack. In a second, we will be getting into. Across both sides. Yeah. So will be standardised because the fees, tuition fees for the entirety of the UK are standardised. Okay. UK citizens. നമുക്കിത് ഭയങ്കര ഭാഗ്യമുണ്ട്. ഞാൻ പറയട്ടെ, ഐ ഫൈൻഡ് മൈസെൽഫ് വെരി ലക്കി. ഞങ്ങൾ ഭയങ്കര മഴ പെയ്ത് വെയിൽ വന്നു, ആലിപ്പഴം പെയ്തു. സൂപ്പർ സൂപ്പർ സൂപ്പർ. കഴിഞ്ഞു. ജസ്റ്റ് ഫോർ 1 second. When we set off, it was sunshine. That is not your lecture. That's not your classroom. That is your dorms. That's where you live. So that's where the students live. That's St. John's College.
എൻട്രൻസ് എക്സാം പോകാൻ പറ്റിയില്ല. എങ്ങനെ ഞാനിവിടെ കേരളത്തിൽ പഠിക്കാൻ വേണ്ടി ഡിഗ്രി കഴിഞ്ഞേ, അതായത് പ്ലസ് ടു നല്ല മാർക്കോടുകൂടി പാസ്സായപ്പോൾ ഇവരെന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്തിട്ട് അപ്ലിക്കേഷൻ അയക്കാൻ പറ്റും. ഞാനൊരു എക്സാം നോക്കി ആരോട് പറയണ്ട, സംഭവം കിട്ടി. അപ്പോൾ ഞാനായിട്ട് ആരോട് പറഞ്ഞില്ല. പക്ഷേ എനിക്ക് ഇത് മൂവിന്ന് പോലില്ലേ, നമ്മളാണ് മൂവിന്ന് തിട്ടാണ് വരുന്നത്, നമ്മളിതിന്റെ അടുപ്പിക്കണോ എന്നിട്ട് നമ്മളടുപ്പിക്കണോ വരുന്നത്. വെള്ളം നോക്കിയാ തട്ടി തട്ടി എന്നിട്ട് തല കാണിക്കാൻ വീഡിയോ എടുത്തെടുത്താൽ You look so cute. തല മുഴുവൻ ഐസ്. ഇവരെന്താ കാണുന്ന സമയത്ത് എന്താന്നാ പറഞ്ഞ അടി ഇതാണ് കേംബ്രിഡ്ജിലെ പാചകപ്പുര, അതായത് കിച്ചൺ. ഷൂ ചിരിച്ചിരിച്ചിരിച്ച് ഇതാണ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ കിച്ചൺ, പാചകപ്പുര. അത് കാണുന്നതാണ് പുകക്കുഴൽ. ഇവിടെ നോക്കി പറ, ഇവിടെ നോക്കി പറ. അവിടെ ഒരു 3 വലിയ സാധനം കണ്ടോ, അതാണ് അതിന്റെ പുകക്കുഴൽ. ഇത് കാര്യം എനിക്ക് അറിയാവുന്ന കാരണം ഞാൻ കേംബ്രിഡ്ജിൽ അപ്ലൈ ചെയ്ത സമയത്തേ അവരെനിക്കൊന്ന് അഡ്മിഷൻ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് ഇതിന്റെ മെനു കാർഡൊക്കെ എനിക്ക് അയച്ചു തന്നു. ഞാൻ ഒന്ന് വായിച്ചാ എന്താണ്, ഒന്ന് വായിച്ചാ ബോർഡ് ഇരിക്കണെന്ന്. ലൈബ്രറി ആടാ, അത് മണ്ടേ. ലൈബ്രറിന്റെ അപ്പുറത്ത് 3 പുകക്കുഴൽ കണ്ടില്ലേ? ലൈബ്രറിന്റെ തൊട്ടപ്പുറത്ത്. കാര്യം ലൈബ്രറിയിൽ വരുമ്പോഴാണ് അവർക്ക് കച്ചവടം നടക്കുക. ആൾക്കാർ സാധനം വാങ്ങി ലൈബ്രറി പോകും കുടിക്കാൻ, തിന്നാൻ. ആദ്യം നിർത്തിക്കോ, ഇനി ഒരു അക്ഷരം വേണ്ടി ചവിട്ടിനെ എടുത്തെറിയും. എന്നിട്ട് മെനു കാർഡ് വന്നു. അന്ന് അവിടെ പോവാൻ പറ്റാത്ത മഴയും സഹിക്കണം, പോവാൻ പറ്റാത്ത ഇപ്പോഴും സഹിക്കണം, ഇവന്റെ ഈ പൊട്ടത്തരങ്ങളും ദിവസം രാവിലെ അച്ഛൻ ദോശ ഇട്ടപ്പോ കഴുത്തൊന്ന് നോക്കി നെക്കൊന്ന് പൊക്കി കുഞ്ഞുവിനെ നോക്കി താറാവ് കുട്ടൻ തുഴഞ്ഞങ്ങ് പോയി. അങ്ങനെ നമ്മുടെ പണ്ടും കഴിഞ്ഞ എങ്ങനെയുണ്ടായിരുന്നു പറ. നന്നായിരുന്നു, നൈസാണ് കേട്ടോ. സണ്ണ് കിട്ടി, മഴ കിട്ടി, സ്നോ അല്ല, ഹെയിലിംഗ് ആയിരുന്നു, ആലിപ്പഴം എല്ലാം കിട്ടി. ലൈക്ക് അടിപൊളിയായിരുന്നു. ഞാൻ പറഞ്ഞു ഒരിടത്ത് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞു, ഇനി എൻഗേജ് എന്നൊക്കെ പറഞ്ഞ് അവരെ കൂടി തന്നെ വിഷ് ചെയ്ത്. നൈസായിരുന്നു, അടിപൊളിയായിരുന്നു. അവർ നല്ല കപ്പിൾസ് ആയിരുന്നു അല്ലേ, അടിപൊളിയായിരുന്നു. അവർ ടൂർ ഗൈഡ് നൈസായിരുന്നു, അടിപൊളിയായിരുന്നു. അടിപൊളി വെതറായിരുന്നു. മഴ പെയ്തിനും ജാക്കോ മഴ പെയ്തിട്ടാണെങ്കിലും അതിനൊരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അല്ലേ തങ്കു? എന്ത് രസമാണ്. ലൈക്ക് നമ്മൾ ഏതോ ഇംഗ്ലീഷ് മൂവിയിലൊക്കെ പോയ മാതിരി ഭയങ്കര രസമായിരുന്നു, അടിപൊളിയാണ്. നമുക്ക് ചെറുതായിട്ട് വിശപ്പുണ്ട്, കാരണം നമ്മൾ രാവിലെ ഒരു സാധനം കഴിച്ചിട്ടില്ല. ബസ്സിൽ നിന്ന് കഴിച്ചൊരു കുറുക്കുറയും ലേസ് മാത്രമാണ്. We already been. Just no, thank you. It's okay. അപ്പോൾ നമ്മൾ KFC പോയിട്ട് എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിക്കണേ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെ വന്നാൽ ബുക്ക് ചെയ്യാം. പക്ഷെ ഇവിടെ എനിക്ക് റേറ്റ് എന്ത് കൂടുതലാണെന്ന് തോന്നുന്നു. ഓൺലൈനാണ് നല്ലത്. ഇതാണ് കേംബ്രിഡ്ജ് സ്ട്രീറ്റ്. കേംബ്രിഡ്ജ് അങ്ങാടി ഇതാണ് അങ്ങാടിയാണ്. കണ്ടോ ഇവിടെ ചേട്ടൻ ബാബു എൻ്റെ ഫൈറ്റ് എടുത്ത്. ഏത് ഫൈറ്റ് അറിയില്ല. തങ്കു ഇന്നെന്തോ മറ്റേ ഒരു പടമുണ്ട് ചന്ത എന്ന് പറഞ്ഞിട്ട്. ഇതാണ് ആ ചന്ത. തങ്കു ഇന്ന് എന്തോ മറ്റേ കുടിച്ചത് എന്തോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. സോറി പ്രാന്താണ് ഗൈസ്, ഇവിടെ മുഴുത്ത പ്രാന്താണ്. അവൻ എന്തൊക്കെയൊക്കെയോ പിച്ചും പെയ്യൊക്കെ പറയുന്നത്. റെഡ് ബുൾ കഴിച്ചാൽ വിങ്സ് വരും. റെഡ് ബുളിന്റെ ആഡ് കണ്ടിട്ടില്ലേ? ചിറകാണ്. ചിറകോ കാണിച്ചു തരണോ ചിറക് നിനക്ക്? നിനക്കെന്താ അങ്ങനെ നമ്മൾ KFC ഒക്കെ ഇവിടെ തന്നെ കഴിച്ചു. നമ്മൾ ബസ്സിൽ കടിക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ നമ്മൾ ഇവിടെ തന്നെ കഴിച്ചു. ഇനി നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. ഇപ്പോൾ സമയം ഏകദേശം 1:30. 2:15 ബസ്. അപ്പോൾ നമ്മൾ എന്തായാലും കിച്ചപ്പൻ എടുക്കാൻ ലേറ്റ് ആകുമ്പോൾ സ്കൂളിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അടിപൊളിയായിരുന്നില്ല ഞങ്ങൾക്ക്? എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഇവിടെ ബോട്ടിങ് ഭയങ്കര ഇഷ്ടമായി. കാര്യം നമുക്ക് ബോട്ടിൽ കിട്ടേണ്ട എല്ലാം കിട്ടി. നല്ല തമാശയായിരുന്നു, രസമായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. റെയിനുണ്ടായിരുന്നു,
മറ്റേ എന്തായാലും പറയാ അതുണ്ടായിരുന്നു അൽപ്പഴമൊക്കെ ഉണ്ടായിരുന്നു അത് നല്ല രസമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കൊണ്ടുപോയ ആൾ അടിപൊളിയായിരുന്നു. ചെറുക്കൻ പയ്യൻ അടിപൊളിയായിരുന്നു. നല്ല സംസാരമായിരുന്നു, നല്ല രസമായിരുന്നു. പിന്നെ കൂടുതലൊരു കപ്പിൾസ് അവർ അടിപൊളി വൈബായിരുന്നു. എല്ലാവരും നമ്മളെ കൺഗ്രാജുലേറ്റ് ചെയ്ത് എല്ലാം കൊണ്ട്. പിന്നെ ബോട്ടിൽ വേറെ ആരും ഉണ്ടായിരുന്നതുമില്ല. ഫസ്റ്റ് നമുക്ക് അതായിരുന്നു ഏറ്റവും വൈബ്. കാരണം ബാക്കി എല്ലാ ബോട്ടിലും ഫുള്ളായിരുന്നു, നമ്മുടെ ബോട്ടിൽ മാത്രം ആരും ഉണ്ടായിരുന്നില്ല. നമ്മൾ രണ്ടുപേരും വേറെ രണ്ടുപേരും. അപ്പോൾ അവരാദ്യം നമ്മളോട് പറഞ്ഞു നമുക്ക് മാത്രമായിട്ട് പ്രൈവറ്റ് ആയിട്ട് മീൻസ് നിങ്ങൾക്ക് വേണ്ടി ഹോൾ ബോട്ട് ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ നമ്മളെന്നിട്ട് ബോട്ട് എടുത്തിട്ടാണ് അവരെത്തിയത്. എന്നിട്ട് നമ്മൾ തിരിച്ചു വരിക ചെയ്തല്ലേ. പക്ഷെ അത് രസമുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ കുറേ കൂടി ചിരിച്ച് നല്ല രസമായിരുന്നു. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. അല്ലേ അതുകൊണ്ട് നമ്മൾ എൻഗേജ്മെൻറ്റ് ആനിവേഴ്സറി പിന്നെ നമ്മൾ തിരിച്ച് പോട്ടെ. അപ്പോൾ കിച്ചപ്പൂന് നമ്മൾ എടുക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ ആയി നമ്മൾ മാത്രമായിട്ട് എവിടേക്കെങ്കിലും പോയിട്ട് അല്ലേ. നമ്മളെപ്പോഴും അവനെ അപ്പോൾ അവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ശ്രദ്ധ കുറച്ച് അവനിലേക്ക് പോകും, കൂടുതൽ കാര്യങ്ങൾ. അപ്പോൾ നമ്മളുടെ ഒരു ഡേ ആണല്ലോ ഇന്നത്തെ. അപ്പം നമ്മൾ വെറുതെ അത് നമുക്ക് വേറൊരു ദിവസമാണ് അവനെ കൊണ്ടുവരാം. അതുകൊണ്ട് അപ്പോൾ നമുക്ക് ഇനിയും ലേറ്റ് അവന് സ്കൂൾ കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്തായാലും ഇങ്ങനെ വിചാരിച്ചത്. ബട്ട് ഇറ്റ് വാസ് നൈസ്. ലൈക്ക് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു കിച്ചപ്പ് വേണ്ട, നമ്മൾ രണ്ടും മാത്രം മതി എന്നുള്ളത് അല്ലേ. അപ്പോൾ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോ ബ്ലോഗ് വഴി നമ്മൾ എൻജോയ് ചെയ്യണം. നമ്മൾ ബസ് കയറുന്നു, തിരിച്ചു പോകുന്നു, കിച്ചപ്പൂനെ ബേക്ക് ചെയ്യുന്നു. അപ്പോൾ